ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സുവർണ. പ്രധാന വാർത്തകൾ. 79ാമത് സ്വാതന്ത്ര്യദിനാഘോഷങ്ങൾക്കൊരുങ്ങി രാജ്യം. രാഷ്ട്രപതി ദ്രൌപദി മുർമു അല്പസമയത്തിനകം രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്യും. ന്യൂഡൽഹിയിലെ ചുവപ്പ് കോട്ടയിൽ നാളെ നടക്കുന്ന സ്വാതന്ത്ര്യദിനാഘോഷങ്ങൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേതൃത്വം നൽകും. സംസ്ഥാനത്തും സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് വിപുലമായ പരിപാടികൾ. രാജ്യപുരോഗതിക്കായി ഒരുമിച്ച് പ്രവർത്തിക്കണമെന്ന് സ്വാതന്ത്ര്യദിന സന്ദേശത്തിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നാളെ ദേശീയ പതാക ഉയർത്തും. ബീഹാർ കരട് വോട്ടർ പട്ടികയിൽ നിന്നും ഒഴിവാക്കിയ വോട്ടർമാരുടെ വിവരങ്ങൾ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന് നിർദ്ദേശം നൽകി സുപ്രീംകോടതി. 5ാം ക്ലാസ് വിദ്യാർത്ഥിയെ ഇരുട്ടുമുറിയിൽ അടച്ചെന്ന ആരോപണത്തിൽ അടിയന്തര അന്വേഷണത്തിന് നിർദ്ദേശം നൽകി മന്ത്രി വി ശിവൻകുട്ടി. സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. വാർത്തകൾ വിശദമായി. 79ാമത് സ്വാതന്ത്ര്യദിനാഘോഷങ്ങൾക്കൊരുങ്ങി രാജ്യം. രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് വൈകുന്നേരം 7 മണിക്ക് രാജ്യത്തെ അഭിസംബോധന ചെയ്യും. ആകാശവാണിയുടെ മുഴുവൻ ശൃംഖലകളും ദൂരദർശനും അഭിസംബോധന പ്രക്ഷേപണം ചെയ്യും. സ്വാതന്ത്ര്യദിനമായ നാളെ രാവിലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂഡൽഹിയിലെ ചുവപ്പ് കോട്ടയിൽ ദേശീയ പതാക ഉയർത്തും. തുടർന്ന് അദ്ദേഹം രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്യും. വിവിധ സേനാ വിഭാഗങ്ങളിൽ നിന്നും പ്രധാനമന്ത്രി അഭിവാദ്യം സ്വീകരിക്കും. നവഭാരതം എന്ന പ്രമേയത്തിലാണ് ഈ വർഷത്തെ സ്വാതന്ത്ര്യദിനാഘോഷങ്ങൾ. ഓപ്പറേഷൻ സിന്ദൂറിന്റെ വിജയത്തിനും ആഘോഷ പരിപാടികളിൽ പ്രത്യേക പ്രാധാന്യം നൽകും. കായിക താരങ്ങൾ, കർഷകർ, പഞ്ചായത്ത് തല നേതാക്കൾ, വിദ്യാർത്ഥികൾ, സംരംഭകർ തുടങ്ങി സമൂഹത്തിന്റെ നാനാതുറകളിൽ നിന്നുള്ള 5000ത്തോളം വിശിഷ്ട അതിഥികളാണ് ചുവപ്പുകോട്ടയിൽ നാളെ സ്വാതന്ത്ര്യദിനാഘോഷങ്ങളിൽ പങ്കെടുക്കുക. വിപുലമായ സുരക്ഷാ ക്രമീകരണങ്ങളാണ് സ്വാതന്ത്ര്യദിനാഘോഷത്തോടനുബന്ധിച്ച് രാജ്യത്തുടനീളം ഒരുക്കിയിട്ടുള്ളത്. സ്വാതന്ത്ര്യദിനമായ നാളെ സംസ്ഥാനത്തും വിപുലമായ ആഘോഷ പരിപാടികളാണ് നടക്കുന്നത്. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ രാവിലെ 9 മണിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ ദേശീയ പതാക ഉയർത്തും. വിവിധ സേനാ വിഭാഗങ്ങൾ പങ്കെടുക്കുന്ന പരേഡിൽ മുഖ്യമന്ത്രി അഭിവാദ്യം സ്വീകരിക്കും. തുടർന്ന് അദ്ദേഹം സ്വാതന്ത്ര്യദിന സന്ദേശം നൽകും. വിശിഷ്ട സേവനത്തിനുള്ള രാഷ്ട്രപതിയുടെ പോലീസ് മെഡലുകൾ, ഫയർ സർവീസ് മെഡലുകൾ, കറക്ഷണൽ സർവീസ് മെഡലുകൾ, ജീവൻ രക്ഷാ പതക്കങ്ങൾ എന്നിവ മുഖ്യമന്ത്രി ചടങ്ങിൽ സമ്മാനിക്കും. ജില്ലകളിൽ നാളെ നടക്കുന്ന സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടികളിൽ മന്ത്രിമാർ ദേശീയ പതാക ഉയർത്തും. സ്വാതന്ത്ര്യദിനാഘോഷങ്ങളിൽ ഉടനീളം ഇക്കുറി ഹരിത പ്രോട്ടോകോൾ പാലിക്കേണ്ടതാണെന്ന് വ്യക്തമാക്കി സംസ്ഥാന സർക്കാർ സർക്കുലർ പുറപ്പെടുവിച്ചു. പ്ലാസ്റ്റിക് കൊണ്ട് നിർമ്മിച്ച ദേശീയ പതാകയുടെ നിർമ്മാണം, വിതരണം, വിൽപ്പന, ഉപയോഗം മുതലായവ സംസ്ഥാനത്ത് നിരോധിച്ചിട്ടുണ്ട്. രാജ്യപുരോഗതിക്കായി ഒരുമിച്ച് പ്രവർത്തിക്കണമെന്ന സ്വാതന്ത്ര്യദിന സന്ദേശത്തിൽ ജനങ്ങളോട് ആഹ്വാനം ചെയ്ത ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. ജനങ്ങൾ സഹിച്ച ത്യാഗങ്ങളുടെ ഫലമായാണ് നമ്മുടെ രാജ്യം ഈ സന്തോഷകരമായ നിമിഷത്തിന് സാക്ഷ്യം വഹിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ജനാധിപത്യ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചും സഹജീവികളുടെ അന്തസ്സ് ഉറപ്പാക്കിക്കൊണ്ടും നാം സ്വാതന്ത്ര്യത്തെയും സമത്വത്തെയും കാത്തുസൂക്ഷിക്കണമെന്നും അദ്ദേഹം വ്യക്തമാക്കി. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, our country is witnessing this joyous moment because of the sacrifices of the people in the year 1947 and early years. We all are together to see Vikasit Bharat and Vikasit Kerala. Let us take a pledge today that we all will be participating in the progress of our country. സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ചുള്ള പോലീസ്, ഫയർ, ഹോംഗാർഡ്, സിവിൽ ഡിഫൻസ്, കറക്ഷണൽ സർവീസ് മെഡലുകൾക്ക് 1090 പേർ അർഹരായി. കേരളത്തിൽ നിന്നും SP അജിത് വിജയൻ വിശിഷ്ട സേവനത്തിനുള്ള രാഷ്ട്രപതിയുടെ പോലീസ് മെഡൽ നേടി. സ്തുത്യർഹ സേവനത്തിനുള്ള മെഡലുകൾക്ക് സംസ്ഥാനത്തു നിന്നുള്ള 10 പോലീസ് ഉദ്യോഗസ്ഥർ അർഹരായി. സ്തുത്യർഹ സേവനത്തിനുള്ള ഫയർ സർവീസ് മെഡലുകൾ സംസ്ഥാനത്തു നിന്ന് 6 ഉദ്യോഗസ്ഥരും കറക്ഷണൽ സർവീസ് മെഡലുകൾ 8 പേരും നേടി. 28 വർഷമായി എല്ലാ ദേശീയ ദിനങ്ങളിലും 5 വർഷമായി എല്ലാ ദിവസവും ഫ്ളാഗ് കോഡുകൾ കർശനമായി പാലിച്ച് പതാക ഉയർത്തുന്ന ഒരു വീടുണ്ട് പത്തനംതിട്ട പന്തളം കുളനടയിൽ. ജോസ് കെ തോമസിന്റെ തറയിൽ വീടാണ് ഇത്തരത്തിൽ ദേശസ്നേഹത്താൽ സമൂഹത്തിനാകെ മാതൃകയാകുന്നത്. ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി എസ് ശ്രീധർ തയ്യാറാക്കിയ റിപ്പോർട്ട്. പത്തനംതിട്ട ജില്ലയിലെ ആദ്യകാല പോലീസ് ഓഫീസർ കൂടിയായിരുന്ന തോമസ് കുഞ്ഞുകുഞ്ഞിൽ നിന്നാണ് മകൻ ജോസ് കെ തോമസും കുടുംബാംഗങ്ങളും ഹർ ഘർ തിരങ്ക എന്ന എല്ലാ വീട്ടിലും ത്രിവർണ പതാക ക്യാമ്പയിൻ രാജ്യത്ത് പ്രചരിക്കുന്നതിനും മുൻപേ ആദരവോടുകൂടി ഈ പ്രവൃത്തിയെ തങ്ങളുടെ ജീവിതചര്യയാക്കി മാറ്റിയത്. ഈ വീട്ടിൽ റേഡിയോ മാത്രമാണ് മാധ്യമമായി ഉപയോഗിച്ചു വരുന്നത്. ആകാശവാണിയിലൂടെ ദേശീയഗാനം കേട്ടാൽ ഉൾപ്പെടെ ഈ കുടുംബത്തിലെ ഓരോ കുടുംബാംഗവും എഴുന്നേറ്റുനിന്ന് ദേശീയഗാനത്തെ ബഹുമാനിക്കുന്നതും മറ്റുള്ളവർ പ്രചോദനമാകുന്ന കാഴ്ചയാണ്.
ബീഹാർ കരട് വോട്ടർ പട്ടികയിൽ നിന്നും ഒഴിവാക്കിയ വോട്ടർമാരുടെ വിവരങ്ങൾ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന് നിർദ്ദേശം നൽകി സുപ്രീംകോടതി. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ ഭാഗമായി നീക്കം ചെയ്ത 65 ലക്ഷം വോട്ടർമാരുടെ വിവരങ്ങൾ ജില്ലാ അടിസ്ഥാനത്തിൽ പ്രസിദ്ധീകരിക്കാനാണ് കോടതി ഇടക്കാല ഉത്തരവിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. ഒഴിവാക്കാനുള്ള കാരണവും വ്യക്തമാക്കണമെന്ന് ജസ്റ്റിസുമാരായ സൂര്യകാന്ത്, ജയ്മാല്യ ബാഗ്ചി എന്നിവർ ഉൾപ്പെട്ട രണ്ടംഗ ബെഞ്ച് ഉത്തരവിൽ വ്യക്തമാക്കി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. സംസ്ഥാനത്തെ ഹരിതകർമ്മ സേനാംഗങ്ങളെ സംരംഭകരാക്കി മാറ്റുന്നതിനുള്ള ഹരിതകർമ്മസേന സംരംഭകത്വ വികസന പദ്ധതിക്ക് തുടക്കമായി. സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി MB രാജേഷ് കണ്ണൂരിൽ നിർവഹിച്ചു. ഹരിതകർമ്മ സേനാംഗങ്ങൾക്ക് അധിക വരുമാനം ഉണ്ടാക്കുന്നതിനുള്ള സംരംഭങ്ങൾ ആവിഷ്കരിക്കുക എന്നതാണ് പദ്ധതിയുടെ ഉദ്ദേശമെന്ന് മന്ത്രി പറഞ്ഞു. ഹരിതകർമ്മ സേനാംഗങ്ങൾക്ക് ഇപ്പോൾ കിട്ടുന്ന വരുമാനത്തിന് പുറമെ അധിക വരുമാനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഈ പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഹരിതകർമ്മ സേനയ്ക്ക് അധിക വരുമാനം ഉണ്ടാക്കാൻ യൂസർ ഫീസിന് പുറമെ വിൻഡ്രോ കമ്പോസ്റ്റ്, ബിനോക്കുലം നിർമ്മിക്കാം, പ്ലാസ്റ്റിക്കിന് ബദലായിട്ടുള്ള ഉൽപ്പന്നങ്ങൾ, തുണിസഞ്ചി പോലുള്ള ഉൽപ്പന്നങ്ങൾ, ഇങ്ങനെ പല മാർഗങ്ങളും ഉപയോഗിക്കാവുന്നതാണ്. അതിനുള്ള സംരംഭങ്ങൾ ആവിഷ്കരിക്കുക എന്നതാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം. 186 പുതിയ സംരംഭങ്ങളിലൂടെ 7000-ലധികം ഹരിതകർമ്മ സേനാംഗങ്ങളെ സംരംഭകരാക്കി മാറ്റുകയാണ് പരിപാടിയുടെ ലക്ഷ്യം. സ്കൂളിലെത്താൻ വൈകിയതിന് എറണാകുളത്ത് 5ാം ക്ലാസ്സുകാരനെ ഇരുട്ടുമുറിയിൽ അടച്ചു എന്ന ആരോപണത്തിൽ അടിയന്തര അന്വേഷണത്തിന് നിർദ്ദേശം നൽകി വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. സംസ്ഥാനത്തെ സ്കൂളുകളിൽ കുട്ടികൾക്കെതിരെയുള്ള ഒരു വിവേചനവും അനുവദിക്കില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. വിദ്യാഭ്യാസ ഉപഡയറക്ടറുടെ റിപ്പോർട്ട് ലഭിച്ച ശേഷം കൂടുതൽ നടപടികൾ സ്വീകരിക്കുമെന്ന് മന്ത്രി വ്യക്തമാക്കി. അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ ADGP MR അജിത് കുമാറിന് വിജിലൻസ് നൽകിയ ക്ലീൻ ചിറ്റ് റിപ്പോർട്ട് തിരുവനന്തപുരം വിജിലൻസ് കോടതി തള്ളി. അഭിഭാഷകനായ നാഗരാജ് നൽകിയ ഹർജിയിലാണ് കോടതി നടപടി. റിപ്പോർട്ട് അപൂർണമാണെന്നും നിഷ്പക്ഷമല്ലെന്നും നിരീക്ഷിച്ച കോടതി പരാതിക്കാരന്റെ മൊഴിയെടുക്കാനും നിർദ്ദേശിച്ചു. അതിനുശേഷമാകും MR അജിത് കുമാറിനെതിരെ പുതിയ അന്വേഷണം വേണോ എന്ന കാര്യത്തിൽ തീരുമാനമെടുക്കുക. ജമ്മു കശ്മീരിലെ കിഷ്ത്വാർ ജില്ലയിൽ മേഘവിസ്ഫോടനത്തെ തുടർന്നുണ്ടായ മിന്നൽ പ്രളയത്തിൽ 10 മരണം. മച്ചേൽ മാതാ തീർത്ഥാടന പാതയിലുള്ള ചോഷിതി ഗ്രാമത്തിലാണ് ദുരന്തമുണ്ടായത്. പ്രദേശത്ത് രക്ഷാദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നു. സംഭവത്തിൽ രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും ദുഃഖം രേഖപ്പെടുത്തി. ദുരന്തബാധിതർക്ക് എല്ലാ സഹായവും കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഉറപ്പു നൽകി. സംസ്ഥാന ചലച്ചിത്ര അക്കാദമി ഈ മാസം 22 മുതൽ 27 വരെ തിരുവനന്തപുരത്ത് സംഘടിപ്പിക്കുന്ന 17ാമത് കേരള രാജ്യാന്തര ഡോക്യുമെന്ററി ഹ്രസ്വ ചലച്ചിത്രമേളയുടെ ഡെലിഗേറ്റ് രജിസ്ട്രേഷൻ ആരംഭിച്ചു. പൊതുവിഭാഗത്തിന് 590 രൂപയും വിദ്യാർത്ഥികൾക്ക് 354 രൂപയുമാണ് അപേക്ഷാ ഫീസ്. രജിസ്ട്രേഷനായി www.registration.iffk.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങളുടെ ഭാഗമായി വ്യോമസേന ബാൻഡ് നാളെ വൈകുന്നേരം 6:30 തിരുവനന്തപുരം ശംഖുമുഖം ബീച്ചിൽ സംഗീത വിരുന്നൊരുക്കും. ദേശീയ അഭിമാനവും ഐക്യവും വളർത്താൻ ലക്ഷ്യമിട്ടുള്ള സംഗീത പരിപാടിയിൽ പൊതുജനങ്ങൾക്ക് പങ്കെടുക്കാവുന്നതാണ്. സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങളുടെ ഭാഗമായി തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ നേതൃത്വത്തിൽ ഫ്രീഡം ബൈക്ക് റാലി സംഘടിപ്പിച്ചു. ചാക്കയിലെ ഇന്റർനാഷണൽ ടെർമിനൽ മുതൽ ശംഖുമുഖത്തെ ഡൊമസ്റ്റിക് ടെർമിനൽ വരെ നടന്ന റാലിയിൽ 100-ലേറെ ജീവനക്കാർ പങ്കെടുത്തു. സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട് ജില്ലകളിൽ നാളെയും മഞ്ഞ ജാഗ്രതയായിരിക്കും. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. വൃഷ്ടിപ്രദേശത്ത് മഴ തുടരുന്ന സാഹചര്യത്തിൽ പത്തനംതിട്ട മൂഴിയാർ ഡാമിന്റെ 3 ഷട്ടറുകളിൽ രണ്ടാമത്തെ ഷട്ടർ 10 സെന്റിമീറ്റർ ഉയർത്തി ജലം പുറത്തേക്ക് ഒഴുക്കി തുടങ്ങി. ഇതുമൂലം ആങ്ങാമൂഴി, സീതത്തോട് തുടങ്ങിയ സ്ഥലങ്ങളിൽ നദിയിലെ ജലനിരപ്പ് ഉയരാൻ സാധ്യതയുള്ളതിനാൽ ഇരുകരകളിലും താമസിക്കുന്നവരും പൊതുജനങ്ങളും ജാഗ്രത പുലർത്തണമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. 79ാമത് സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങൾക്കൊരുങ്ങി രാജ്യം. രാഷ്ട്രപതി ദ്രൌപദി മുർമു അല്പസമയത്തിനകം രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്യും. ന്യൂഡൽഹിയിലെ ചുവപ്പ് കോട്ടയിൽ നാളെ നടക്കുന്ന സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേതൃത്വം നൽകും. സംസ്ഥാനത്തും സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് വിപുലമായ പരിപാടികൾ. രാജ്യപുരോഗതിക്കായി ഒരുമിച്ച് പ്രവർത്തിക്കണമെന്ന് സ്വാതന്ത്ര്യദിന സന്ദേശത്തിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നാളെ ദേശീയ പതാക ഉയർത്തും. ബീഹാർ കരട് വോട്ടർ പട്ടികയിൽ നിന്നും ഒഴിവാക്കിയ വോട്ടർമാരുടെ വിവരങ്ങൾ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന് നിർദ്ദേശം നൽകി സുപ്രീംകോടതി. 5ാം ക്ലാസ് വിദ്യാർത്ഥിയെ ഇരുട്ടുമുറിയിൽ അടച്ചു എന്ന ആരോപണത്തിൽ അടിയന്തര അന്വേഷണത്തിന് നിർദ്ദേശം നൽകി മന്ത്രി വി ശിവൻകുട്ടി.
സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 7:50.